നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന CPM അതിക്രമത്തിൽ പാർട്ടി നേതാക്കന്മാർക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ പ്രശ്നങ്ങളെല്ലാം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ കോളേജുകളിലേക്കായി പഠിക്കാനായി വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, പാവം ചെറുപ്പക്കാർ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അതിൽ പ്രതികളായവർ, അവരുടെ ജീവിതം തന്നെ പെരുവഴിയിലാകും. ഒരാവേശത്തിന് ചെന്ന് നിന്ന് പ്രതിഷേധിച്ച് അതിൽ പ്രതികൾ ആയിക്കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിയുടെ തിണ്ണ നിരങ്ങി ജീവിതം തീർക്കേണ്ടി വരും. നേതാക്കന്മാരുടെ മക്കൾ ആരെങ്കിലും ആ അക്രമത്തിലുണ്ടായിരുന്നോ? അവരുടെ വിദ്യാഭ്യാസം, ജോലി, താമസം അതെല്ലാം വിദേശത്തായിരിക്കും. അവരാരും ഒരു സമരത്തിലും ഒരു പ്രതിഷേധത്തിലും ഒരക്രമത്തിലും ചെന്ന് പെടാറില്ല. പാവങ്ങളായ അണികളാണ് ഇതിലെല്ലാം ചെന്ന് പെട്ട് ബലിയാടാകുന്നത്. അവരുടെ പഠിത്തം കഴിഞ്ഞ് നല്ലൊരു ജോലിക്കായി വിദേശത്തേക്ക് പോകാനൊക്കില്ല. അങ്ങനെ പോകുകയാണെങ്കിൽ കോടതിയുടെ അനുമതി വേണം, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ കേസ് വിളിക്കുമ്പോൾ കോടതിയിൽ ഹാജരാകണം. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? 6-7 പ്രതികളായിരിക്കും ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരിൽ പലരും 5-6 കൊല്ലം കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലായിരിക്കും. ചിലപ്പോൾ ഒരാൾ വിദേശത്തേക്ക് പോകും, ഒരാൾ ഇന്ത്യക്കകത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരിക്കും. കേസിൻ്റെ വിചാരണ തുടങ്ങുന്നത് ചിലപ്പോൾ 5-6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇവരിൽ പലരും പല സ്ഥലത്തായിരിക്കും. വിചാരണ സമയത്ത് എല്ലാവരും ഒന്നും കിട്ടത്തുമില്ല, അവരൊന്നും വരികയുമില്ല. ഇവരെ ആരെയും ഒരുമിച്ച് കിട്ടില്ല. അങ്ങനെയാകുമ്പോൾ ഈ വിചാരണ നടക്കില്ല. അപ്പോൾ കേസ് നീണ്ടു പോകും, വർഷങ്ങളെടുക്കും. അതേസമയം ഒരാളാണെങ്കിൽ കേസ് പെട്ടെന്ന് തീർക്കാം. കേസിൽ പ്രതികളുടെ എണ്ണം കൂടുമ്പോൾ കേസും നീണ്ടുപോകും. അന്നേരം വിചാരിക്കും, പുല്ല് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പണ്ട് 1984 ബസ് ചാർജ് വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് പ്രതിഷേധം നടത്തിയിട്ട് KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ ഞാനുൾപ്പെടെ ഞങ്ങൾ 10-12 പേർ ബസ്സിൽ കയറി. കണ്ടക്ടറുമായി തർക്കമുണ്ടായി, ട്രിപ്പ് മുടങ്ങി. ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു, കേസാക്കി. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറണ്ട് വരുന്നത്. ജാമ്യമെടുത്തു. 12 പേരുണ്ടായിരുന്നു. കുറ്റപത്രം വായിച്ചു കേൾക്കാൻ പോലും എല്ലാവരും ഒരുമിച്ച് ഹാജരായില്ല. അങ്ങനെ കേസ് നീണ്ടുപോയി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേർക്ക് ജോലിക്കായി വിദേശത്ത് പോകാൻ PCC വേണമായിരുന്നു. കേസ് ഉള്ളതുകൊണ്ട് അത് കിട്ടിയില്ല. ഒടുവിൽ സർക്കാർ മാറി വന്നു. അങ്ങനെ ഒടുവിൽ ഇതൊരു പൊളിറ്റിക്കൽ കേസായി പരിഗണിച്ച് അന്ന് ഞങ്ങൾ ഉൾപ്പെട്ട പാർട്ടി ആ മന്ത്രിസഭയിലുണ്ടായിരുന്നതുകൊണ്ട്, ആ സർക്കാരിലുണ്ടായിരുന്നതുകൊണ്ട് ആ കേസ് പിൻവലിച്ചു. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ പ്രതിഷേധിച്ചോളൂ, ഏത് ഭീകരാവസ്ഥയിൽ വേണമെങ്കിലും പ്രതിഷേധിച്ചോളൂ. പക്ഷെ ഒന്ന് ചിന്തിക്കണം, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന്. കർഷകരുടെ പ്രശ്നങ്ങളുമായി വലിയ പ്രതിഷേധമാണ് രാജ്യ തലസ്ഥാനത്ത് നടന്നത്. അത് വൻ പ്രതിഷേധമായതും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. എന്നിരുന്നാലും അതിനകത്തൊരു കാര്യമുണ്ട്. ഒന്നുകിൽ ഒരു നിയമം പിൻവലിക്കണം, അല്ലെങ്കിൽ നിർഭയ കേസ് പോലെയുള്ള പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നിയമത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും, അഭിമാനം തോന്നും. ഞാൻ ഇന്ന പ്രശ്നത്തിന് വേണ്ടി ഫൈറ്റ് നടത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ സമരം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കാം. അല്ലാതെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എടുത്തു ചാടി മുൻപും പിൻപും നോക്കാതെ അക്രമങ്ങൾ കാട്ടി കലാപം സൃഷ്ടിക്കുന്നവർ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ എവിടെ പോയി നിൽക്കുമെന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇനി അങ്ങോട്ട് 5 കൊല്ലം സമരങ്ങളുടെ ഒരു പരമ്പരയായിരിക്കും. ഇതിലൊക്കെ പ്രതികളാകുന്നത് ഒരിക്കലും രാഷ്ട്രീയം തൊഴിലാക്കിയിട്ടുള്ളവരായിരിക്കില്ല, മറിച്ച് പഠിക്കാനും പഠിച്ച് രക്ഷപ്പെടാനുമായി വരുന്നവരായിരിക്കും, ജോലി അന്വേഷിച്ച് നടക്കുന്നവരായിരിക്കും. നിങ്ങളൊന്നും നാളത്തെ MLA യോ മന്ത്രിയോ ഭരണകർത്താക്കളോ ഒന്നുമാകില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകില്ല. നിങ്ങളെ ഉപയോഗിക്കുന്നവർ നേതാക്കളാകും, അവർ ഭരണകർത്താക്കളാകും. ചിന്തിക്കുക.